നമ്മളിപ്പോൾ മഞ്ജുള ചേച്ചീൻ്റെ അടുത്ത് വന്നിട്ടേ ഉള്ളത്. മഞ്ജുള ചേച്ചി ഇവിടെ വീട്ടിൽ നിന്ന് ഹൈഡ്രേറ്റഡ് മെഷീൻസ് ഉപയോഗിച്ചിട്ട് പ്രൊഡക്ട്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ചേച്ചി ഒന്ന് പറയാമോ ഇത് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഇതിലുള്ളതെന്ന്? ഇതിപ്പോൾ നമ്മൾ മെയിനായിട്ട് ക്യാരറ്റ് പൊടി, ബീട്രൂട്ട് പൊടി, ABC പൗഡർ, മുരിങ്ങ ലീവ്സ് പൗഡർ, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ക്യാരറ്റും ബീട്രൂട്ടും കഴിക്കാത്ത കുട്ടികൾക്ക് അത് നമ്മൾ ഉണക്കി പൊടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൊടികളിലൂടെ ആഡ് ചെയ്ത്, ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലിലൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. വേറെ എന്തൊക്കെയുള്ളത് ഇതിൽ? പിന്നെ ഹെന്ന പൗഡർ ഉണ്ട്, കാണിക്കണത് ഹെന്ന, ഗ്രീൻ ചില്ലി, ഓനിയൻ പൗഡർ, ഹെന്ന പൗഡർ. ഹെന്ന പൗഡർ അല്ലേ? ഇത് എന്തൊക്കെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്? ഹെന്ന പൗഡർ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻലി? ഇത് മൈലാഞ്ചി, പിന്നെ നമ്മൾ ഇതിന്റെ ബീട്രൂട്ട് കൂടി ചേർക്കുന്നു. ബീട്രൂട്ട് പൊടി കൂടി. ബീട്രൂട്ട് പൊടി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ചേച്ചി? ഇത് ബീട്രൂട്ട് പൊടി നമുക്ക് താരന് നല്ലതാണ്. താരന് നല്ലതാണ്. പിന്നെ നമ്മൾ ഹെന്ന ചെയ്യുമ്പോഴത്തേക്ക് നല്ലതാണ്. ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വേറെ എന്താ അതിലുള്ള വേറെ പ്രൊഡക്ട്സ് ഒന്ന് പറയാമോ? പിന്നെ ഗ്രീൻ ചില്ലി പൗഡർ, ഗ്രീൻ ചില്ലി പൗഡർ, ഒനിയൻ പൗഡർ, മുരിങ്ങ ലീവ്സ്. മുരിങ്ങ ലീവ്സ് നിങ്ങൾ എങ്ങനെയാ മുരിങ്ങ നമ്മൾ നാട്ടിൽ തന്നെ നമ്മൾ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഡീഹൈഡ്രേറ്റഡ് മെഷീനിൽ ഉണക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെക്കും. പിന്നെ പപ്പായ ലീവ്സ് ഉണ്ട്. ഇപ്പം ഇനിയിപ്പോൾ ഡെങ്കി ഫീവറിനൊക്കെ നമ്മൾ കൗണ്ട് കൂടാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും കൗണ്ട് കുറയുന്ന പ്രശ്നമുള്ളത് കാരണം കൗണ്ട് കൂടാൻ വേണ്ടിയിട്ട് പപ്പായ ലീവ്സ് പൗഡർ. ചിയാ സീഡ് ഉണ്ട്. അല്ലാതെ നമുക്ക് പൊടികളാണ് കൂടുതൽ. നമുക്ക് കറി പൗഡേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ സാമ്പാർ പൊടി, ചിക്കൻ മസാല, ഇതൊന്നും പ്രിസർവേറ്റീവ് ഇല്ലാതെ നമ്മൾ ചെയ്യുകയാണ്. ഇത് നമ്മൾ നെല്ലിക്ക അരിഞ്ഞ് ഉണക്കുന്നതാണിത്. ഇതിലിട്ട് നമ്മൾ എന്തായാലും ഇതിൻ്റെ മധുരം ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ, ക്യാൻഡി ഉള്ള എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. വേറെ എന്താ ഇവിടെ കുറച്ച് ഫേമസ് ആയിട്ട് പോകുന്ന സാധനങ്ങൾ എന്താ? നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് കായം. നമ്മുടെ കായാണ് മെയിൻ പ്രൊഡക്റ്റ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആൾക്കാർ നമ്മുടെ അതായത് കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചാണ് ബാക്കിയുള്ള പൊടികൾ കൂടി നമ്മൾ ചെയ്തത്. ഇതാണ് നമ്മൾ മെയിൻ ഇതാണ് ആദ്യമായി തുടങ്ങിയത് കായം. നന്നായിട്ട് 1 വർഷമായി. അത് കഴിഞ്ഞിട്ട് ഇപ്പം 3 മാസമേ ഉള്ളത്. പിന്നെ നിങ്ങൾ പതുക്കെ അതിന് ഓരോരുത്തരുടെ ആവശ്യം, കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ചാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്.